ഗൈസ്, നമ്മളെ പോലെ ന്യൂ ഇയറിന് വീട്ടിലിരുന്ന് ചില്ല് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഗൈസ്, ന്യൂ ഇയർ ആയിട്ട് നമ്മളെ റിക്ലൈൻ ചെയ്ത തൊട്ടിലാട്ടിയ കട്ടിൽ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ ഫ്രണ്ടിൽ കിടക്കുന്ന ആരാന്നറിയാമോ? അനിൽ കുംബ്ലൈ. അനിൽ കപൂർ. അനിൽ കുംബ്ലൈന്ന് അമ്പോട്ടിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയല്ല, രാവിലെ ഇറങ്ങിയതാണ്. അതെ, നമ്മൾ ടേബിൾ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. വീട്ടിൽ ടേബിൾ ഇല്ല, പഴയ ഒരു ടേബിളായിരിക്കുന്നത്. അപ്പം ഇവിടെ കുറച്ച് റിക്ലൈൻ ആയിട്ടുള്ള കുറച്ച് ബെഡൊക്കെ കണ്ടു. സെറ്റ് സാധനം കേട്ടോ. എനിക്ക് ഈ കിടക്കുന്ന കാണുമ്പോൾ എന്ത് ഓർമ്മ വരുന്നറിയാമോ? ഇംസിലെ അമ്പൂട്ടനെ കൊണ്ട് കിടന്നില്ലേ, അത് സാധനം. സെറ്റ് സാധനം ഗൈസ്. പക്ഷെ ഇതൊന്നും അടുക്കും. ഇതിൻ്റെ മെക്കാനിസം ഒക്കെ വേറെ കേട്ടോ. പക്ഷെ സൂപ്പറാണ് ഗൈസ്, കിടക്കാനേ നൈസാണ്. ക്ഷീണം തോന്നുമ്പോ ഇങ്ങോട്ട് വരാം, കിടക്കാം. നമുക്ക് സ്വിച്ച് പോലും ഇടണ്ട. സ്വിച്ച് ഇടാൻ അവിടെ ആളുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മള് സ്വിച്ച് ഉണ്ടാവും. ഇല്ലടാ, അപ്പൂരാണെങ്കിൽ ഇഷ്ടപ്പെട്ട്. അവരാണെങ്കിൽ ഇനി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിപൊളി കേട്ടോ. ഇതിന് എത്ര പ്രൈസ് വരുന്നേ? ഈ മെത്തയും ഇതും കൂടി 1,40,000 രൂപയാണ് ഗൈസ്. അതുകൊണ്ട് ഇതിന്റെ ഇതല്ലേ, ഇത് ലെയറാട്ടോ ഇതിന്റെ. എങ്ങനെയുണ്ട് മൃദുലേ? പാട്ട് കേട്ടോണ്ട് കിടന്ന് ഉറങ്ങാൻ വരെ അത് മ്യൂസിക് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഗൈസ്, നമുക്ക് ചലഞ്ച് എടുക്കാൻ വേണ്ടി നല്ലൊരു ചെയർ ഇല്ലായിരുന്നു. ഇത് യൂസ് ചെയ്തൊരു പഴയ മോഡൽ ഒരു ചെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ ചലഞ്ചൊക്കെ ചെയ്യുമ്പം, അപ്പം ഇതാകുമ്പം നമുക്ക് ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. താഴ്ന്ന കേട്ടോ ഗൈസ്, ഇതിങ്ങനെ താന്ന് പോകും കേട്ടോ. അതുപോലെ നമുക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് പൊങ്ങും. ഇവിടെ മോട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു മോഡൽ ഒരു ടേബിൾ വാങ്ങാൻ വേണ്ടി കുറേ നാളായിട്ട് നോക്കുന്നു. ഫൈനലി നമ്മൾ അത്യാവശ്യം നല്ല, ഇപ്പോൾ ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. 45% ഓഫറിന് നമുക്ക് സാധനം കിട്ടി. അപ്പം ഈ കളറല്ല, നമ്മൾ ബ്ലാക്കാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് മാത്രമേ വാങ്ങുന്നുള്ളൂ. ചെയർ ഇപ്പം വാങ്ങുന്നില്ല, ചെയർ വാങ്ങുന്നില്ല ഗൈസ്. ചെയർ കൊള്ളാം കേട്ടോ. കറുത്തൊരു ടേബിൾ ഉണ്ടല്ലോ, എപ്പോഴും പൊക്കി എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും, ഭയങ്കര വെയിറ്റ്. അതെ അതെ, ഇതാകുമ്പോൾ അവിടെ ഇരുന്നോളൂ. കാണാൻ നല്ല രസമുണ്ട്. ഈ കളറല്ല, നമ്മൾ ബ്ലാക്ക് ആണ് എടുക്കുന്നത് കേട്ടോ. അവിടെ ഒരാളത് മസാജ് ചെയ്ത് ഫ്രീ മസാജ്. നമ്മളൊക്കെ വർക്കൊക്കെ ചെയ്തേ തലപ്രാന്തിരിക്കുമ്പോ ഇതൊരെണ്ണം കിട്ടണം ഭയങ്കര സുഖമാവും. ഇപ്പൊ തന്നെ എനിക്ക് തന്നെ ഒരു റിലാക്സ് സാധനം, നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിട്ടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങണം. അല്ല, ഒന്ന് ഓടിയിട്ട് മേല് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്ന് കുളിച്ച് ഫുഡൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കണം അല്ലേ. അമ്മു, നിനക്ക് വേണം മസാജ്? മസാജ് മെത്തഡല്ല ഇഷ്ടപ്പെട്ട് വീട് പോലെ കിടക്കുന്ന എന്നീ അവർക്ക് ഷോപ്പ് അടക്കണം. ഇതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 58. നമുക്ക് ക്ഷീണമുള്ളപ്പോ കൂടെ വരാട്ടോ. ഓ, എപ്പോഴും വരാം. ഞാൻ കയറിയപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ കേട്ടോ. എനിക്ക് ഓവർ എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ ആരും ഒരു എക്സ്പ്രഷൻ ഒന്നും ഇടുന്നില്ലല്ലോ. വലിയ എക്സ്പ്രഷനേ ഇല്ല. അതാ ഞാൻ പറഞ്ഞു, ഒരാള് നമ്മളെ മുതുകത്ത് നടത്തിയ ആ ഒരു ഫീൽ കേട്ടോ. ഞാൻ അത് ആലോചിച്ച്, ഞാൻ അത്രയും രൂപ ലാഭിക്കാം, നീ ഇതൊന്ന് പടി, എന്നിട്ട് വൈകിട്ട് ചെയ്തതാ. ചെയ്തേരം നിനക്ക് ചെയ്തൊരു അമ്പൂനെ പിടിച്ച് മുകളിലോട്ട് തെറ്റിയാ ഞാൻ ചവിട്ടി ഞെരുക്കി തരും. ഇല്ലടാ അമ്പു. ഗൈസ്, നമ്മളെ പോലെ ന്യൂ ഇയറിന് വീട്ടിലിരുന്ന് ചില്ല് ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാരും കടപ്പുറത്തും ആപ്പുറത്തും ഈ പുറത്തും പോയി നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിലിരുന്ന് കഞ്ഞിയും കുടിച്ചിരിക്കുന്നു. കമൻ ബിലോ വീട്ട് കഞ്ഞിയല്ല, അപ്പം തിന്നിരിക്കുന്നു. അപ്പം കമൻ ബിലോ വീട്ടിൽ ന്യൂ ഇയർ വൈബടിക്കുന്നത്. ഇല്ലടാ പൂട്ടാ. കഴിഞ്ഞ വർഷം നമ്മൾ ഓർക്കുന്ന പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു. അച്ഛനൊക്കെ ആയിട്ട് ഇന്ന് ഇങ്ങനെയൊക്കെ ഭയങ്കര ഈ റോഡിലൊക്കെ കിടന്ന് അടിപൊളിയായിട്ട്. ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയുന്നത്? നിനക്ക് എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണ്ടോ? നിനക്ക് 6 പാക്ക് വരണം അടുത്ത വർഷം.
കേട്ടോ. ഞങ്ങൾക്ക് തടി ഇച്ചിരി കുറയ്ക്കണമെന്ന്. ആ തടി നമുക്ക് ഇച്ചിരി കുറയ്ക്കണം. ഏട്ടനുണ്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ? എനിക്ക് ഈ കൊല്ലം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും ഞാൻ എടുക്കുന്നില്ല സുഹൃത്തുക്കളെ. എനിക്ക് ആകെപ്പാടുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ല, ഒരു ആഗ്രഹം. ഈ വർഷം നമ്മൾ അധികം യാത്രകളൊന്നും ചെയ്തില്ല, കാരണം അമ്പൂട്ടനൊക്കെ ഉള്ളതുകൊണ്ട് അധികം യാത്രകളൊന്നും ചെയ്യില്ല. മുംബൈയിലൊക്കെ പോയി, പക്ഷെ എന്നാൽ നമ്മൾ അധികമൊന്നും നല്ല ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയില്ല. അപ്പം ഈ വർഷം അടിപൊളി യാത്രകൾ ചെയ്യണം ഗൈസ്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കണം, കാണാത്ത ഒരുപാട് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ കുറേ സ്ഥലങ്ങൾ കറങ്ങണം, അങ്ങനെ കുറച്ച് ട്രാവൽ വീഡിയോസ് ഒക്കെ എടുക്കണം. അതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ആഗ്രഹം. നിങ്ങളിപ്പം വിചാരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ എന്ന്. പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടന്നില്ല. കാരണം നമുക്ക് എല്ലാം കൂടി ഒന്നും ഇപ്പം തന്നെ ഡെയിലി വീഡിയോസ് ഇടുന്നത് തന്നെ അയ്യോ എഡിറ്റിങ് എല്ലാം കൂടി ആയിട്ട് ഇതായിരിക്കും. അപ്പം ഉണ്ട് ഗായ്സ്, നമ്മളൊരു റെസൊല്യൂഷൻ ആയിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ ഹാപ്പൻ ചെയ്യണം, നടക്കട്ടെ. നടക്കും, നടന്നു കഴിഞ്ഞ് പറയാം. അതാണ് പോയിന്റ്. താങ്കൾക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻ ചോദിച്ചാ ഞാൻ ഒരു വെയിറ്റ് 50 കിലോ ആക്കും. 50 കിലോ സീരിയസ് ആയിട്ട് കടിക്കണേ മോതിരം. 50 കിലോ ആക്കും. പിന്നെ ഇതുപോലെ ട്രാവൽ ചെയ്യണം, പിന്നെ അമ്പൂട്ടന്റെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ സ്പെൻഡ് ചെയ്യാത്ത പോലെ ഇപ്പൊ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം, എന്നാലും ഹാപ്പി ആയി നല്ലൊരു വർഷമായിരിക്കണം. ഓക്കെ, അപ്പം 50 കിലോ ആകും എന്നാണ് മെയിൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഓക്കെ, ഇന്നലെയും കൂടെ ഫ്രൈഡ് ചിക്കൻ KFC നിറഞ്ഞു കയറ്റിട്ടേ ഉള്ളൂ. അപ്പം 50 കിലോ ആക്കൂല്ലേ? ഇന്നലത്തെ കൊട്ടിക്കലാശമായിരുന്നു. പക്ഷെ കലാശക്കൊട്ട് കൊട്ടിക്കലാശം. അമ്പോ നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കേക്കട്ടെ. ഇപ്പൊ ഇവിടെ വന്നിരിക്കും, അതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. പറ. അവനുണ്ട് ഇഷ്ടം പോലെ. എന്താ അറിയോ, ഈ വർഷം ആരുടെ സഹായം ഇല്ലാതെ നടക്കണം, കാര്യം പറയണം, പല്ല് വരും, ചിക്കനൊക്കെ കുറച്ച് തിന്നണം, അല്ലേ അമ്പുവാ? കൊറേ പ്ലാൻ ചെയ്ത് അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ ലാസ്റ്റ് വീട്ടിൽ തന്നെ ആയി. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്, ഈ വർഷം നമ്മുടെ ചാനല് 5 മില്യൺ. അത് ആവുമായിരിക്കും, പ്രതീക്ഷിക്കുന്നു അല്ലേ? 5 മില്യൺ അടിക്കും, 5 മില്യൺ അടിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ, സബ്സ്ക്രൈബ് ചെയ്യും. 5 മില്യൺ നമ്മൾ ഏതാണ്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ 5 മില്യൺ അടിക്കും. നമ്മൾ പോയി നമ്മൾ ടേബിളൊക്കെ ബുക്ക് ചെയ്തു, അതൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിൽ പുറത്തോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ എവിടെ പോകും, എവിടെ തിരക്കായിരിക്കും, കുഞ്ഞിനെ കൊണ്ട് എല്ലാവരും ഒന്നും പോകാൻ. നമ്മൾ ആദ്യം വേറൊരു വലിയ പദ്ധതി പ്ലാൻ ചെയ്തതാണ്. പിന്നെ അമ്പൂട്ടനോട് അവിടെ ഭയങ്കര പ്രോഗ്രാം DJ പരിപാടിയൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുള്ളവർ താഴെ കമന്റ് ബിലോ, എല്ലാവരും വീട്ടിലായിരിക്കും ഇല്ലേ? അമ്പൂന്റെ പ്രായത്തിലുള്ളവരെല്ലാവരും അങ്ങനെ ബീച്ച് ഭയങ്കര ശബ്ദമുള്ള ന്യൂ ഇയർ മെയിൻ ആയിട്ട് DJ ഭയങ്കര ശബ്ദം, പാട്ട്, പടക്കം. കുഞ്ഞുങ്ങളുള്ളപ്പോ നമ്മള് വീട്ടിൽ തന്നെ ആയിരിക്കും. 11:35 ആയില്ലേ ഗൈസ്? അപ്പൊ എത്ര പേര് ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു താഴെ കമന്റ് ബില്ല. നമ്മളാരും തോപ്പിക്കരുത്. വീട്ടിൽ ഇരിക്കുന്നവര് ലൈക്ക് നമ്മളായിരിക്കണം കമന്റിൽ മേളിൽ വരുന്നത്, മനസ്സിലായില്ലേ? മറ്റവര് വെറുതെ ഇരിക്കണം, നമ്മള് ജയിക്കണം. വീട്ടിൽ ഇരിക്കുന്നവര് ജയിക്കണം. പിന്നെ ഈ വർഷം നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ 2025? എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എന്നാ അച്ഛന്റെ ഒരു വിയോഗം ഭയങ്കരമായിരുന്നു. അമ്പൂട്ടന്റെ വളർച്ച, അവന്റെ കൂടെ നമ്മള് തോനെ ടൈം സ്പെൻഡ് ചെയ്ത് അവന്റെ വളർച്ചയ്ക്ക് വേണ്ടിട്ടാ. പിന്നെ നമ്മൾ കുറെ നല്ല നല്ല വീഡിയോസ് ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ അവന്റെ ഒരു വീഡിയോ സത്യത്തിൽ ഇത്രയും നേരം എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ആ വീഡിയോ എവിടെ ഇത്ര നേരം ഈ വർഷം തുടങ്ങിയപ്പോ ഇങ്ങനായിരുന്നു. ഡിസംബർ 31 പമ്പ് കരയും. മുതുകാള വന്നേ. ക്യൂട്ടില്ലേ ഗൈസ്? ഇത് നോക്ക്. അയ്യോ, എന്തായാലും നമ്മുടെ 2025 ഇതിന്റെ വളർച്ചയായിരുന്നു ഗൈസ്. ആ 2025 അവസാനത്തെ അപ്പി. പോയിട്ട് വരും. അമ്പു അവസാനത്തെ അപ്പി ഇട്ടിരിക്കുകയാണ് 2025. അത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത വർഷം അപ്പി ഇടാവുമ്പോ ഇതിനിടക്ക് ഇടരുത്. എടി കട്ടിലിന്റെ അടിക്ക് വരുന്ന മുന്തിരി ഉണ്ടായിരുന്നു. കൊറേ പേര് ഏതോ ഓസ്ട്രേലിയയിലെ ചടങ്ങ് അങ്ങനെ പറയുന്നത്. 12 മണിയാവുമ്പോ ടേബിളിന്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് ടേബിളിന്റെ അടിയിലോ പച്ച മുന്തിരി 12 ഒരു സെക്കൻഡിൽ ഒരെണ്ണം തിന്നണം. അങ്ങനെ കിടന്ന് 1 മാസമാണ് ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനോ നല്ല കാര്യങ്ങൾ നടത്തുന്നോ. ലാസ്റ്റ് അപ്പി 2025. അങ്ങനെ ഈ വർഷം 2025 ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു ഗൈസ്. ചടപടാന്നങ്ങ് പോയി ഇല്ലേ? വളരെ പെട്ടെന്ന് ഒരു വർഷമല്ലേ? സത്യം. തണുപ്പുണ്ടോ തോമൻ?
11:58 ഗൈസ്. ഇപ്പഴേ ഇങ്ങനെ എവനെയും കൊണ്ട് ഞാൻ പുറത്തെങ്ങാണം പോയിരുന്നെങ്കിൽ തീർന്നു. ഞാൻ ഡാൻസ് കളിയും കരയുന്ന ഹാപ്പി ന്യൂ ഇയർ പതുക്കെ പറയാം. 12 ഗായ്സ് എടാ പൊട്ടിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ. അലർന്നില്ല, കരച്ചില്ല ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ലവ് യു ഗൈസ്. ഈ വർഷം നിങ്ങളുടേതാണ്, നിങ്ങൾ പൊളിക്കൂ. നമുക്ക് അടിപൊളി ഒരു വർഷം ആവട്ടെ. പടക്കം ഫുൾ പടക്കം പൊട്ടുന്നത്. അവിടെയൊക്കെ പൊട്ടുന്നത് കേട്ടോ, അവിടെയൊക്കെ പൊട്ടുന്നത്. സെറ്റ് 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 സെറ്റ്. ചടപട പൊട്ടുന്നടി, ഈ ചറപറ പൊട്ടുന്ന കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം അടിപൊളി ആവട്ടെ ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ന്യൂ ഇയർ ആയിട്ടൊരു മൂത്തുക്ക് ഷർട്ട് എടുത്തിട്ടിരിക്കുന്നത്. ഇതാരിത്? ബാറ്റ്മാനോ? അടിപൊളി അടിപൊളി. വലുതാന്നേ ഉള്ളൂ. ഇത്രയും ഓവർ സൈസിൽ ഇല്ല. ഇതൊരു മറ്റേ ചിക്കാഗോയില് റാപ്പ് അടിക്കുന്ന റാപ്പർമാരെ പോലെ ഉണ്ട്. റാപ്പറാ ഗൈസ്. ഇന്ന് ഇങ്ങോട്ട് പോകുന്ന മൃദുലക്ക് 8 എടുക്കാൻ പോവാന്ന് അല്ലേ? നമുക്ക് ഈ മാസം ഗൈസ് ടെസ്റ്റ് ആണ് ഗൈസ്. ഇത് ഓക്കെ ആയി കേട്ടോ, കാർ ഓക്കെ ആയി. ഇനി ബൈക്കിന്റെ 8 എടുക്കുന്ന മാത്രമേ ഉള്ളൂ. സ്കൂട്ടി എനിക്ക് ഓട്ടിക്കാൻ അറിയാലോ, പക്ഷെ സ്കൂട്ടി പോലല്ല ആ MIT ഓട്ടിക്കാൻ ഇച്ചിരി സ്കില്ല് വേണം. അതിന്റെ കൂടെ കാല് വെക്കുന്നത് വേറെ, അത് ഇച്ചിരി പാടാം. അപ്പൊ ഇത് അപ്പം ഞാൻ ആൾറെഡി ഡ്രൈവർ മാഷിന്റെ അടുത്ത് പറഞ്ഞ നമുക്ക് ബൈക്ക് ഓട്ടിക്കാൻ നന്നായിട്ട് അറിയാൻ, കുഴപ്പമൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറഞ്ഞു. എടുത്തില്ലേ? ഒരുവിധം ഓക്കെ. 2 ക്ലാസ് എച്ചിന് പോയുള്ളൂ, എങ്കിലും ഒരുവിധം ഓക്കെ ആയി. മനസ്സിലാവും. ഞാനും വരുവാണ് കേസ്. ഇന്ന് പോവാൻ പോ. ഇത് എന്തോരുടെ ഇത് വേണ്ടേ? വേണം. ഇതെന്തോ ഇവിടെ ഒരു പാടൊക്കെ. അതൊക്കെ ഞങ്ങളിപ്പോ ധൃതിയിൽ ഒരുങ്ങിയതാ, തല പോലും ചീറ്റിയില്ല. വാ ലെറ്റ്സ് ഗോ, പോവാം ഗൈസ്. ഉടനെ ഞാൻ ഇന്ന് ആലോചിച്ചതായി നമുക്കിന്ന് പോയി വണ്ടി കൊടുത്താലോ എന്ന്. സമയം കിട്ടിയില്ല, കാരണം ഇന്നിങ്ങനെ കുറച്ച് ദിവസം കൂടി ഉള്ളു ക്ലാസ്സിന്. എന്നാലും അതിന് മുമ്പായിട്ട് മാക്സിമം നോക്കട്ടെ. നമ്മള് ഫസ്റ്റ് എനിക്ക് ഫോർച്യൂണർ ആയിരിക്കും ഓടിക്കുന്നത്. ഇത് ഓടിക്കണം. ഇതാണ് ഓടിക്കാനാണ് മാസ്. കഴിവില്ലാത്ത ഫ്രണ്ടിനെ കഴിവുണ്ടെന്ന് പറഞ്ഞ് കുഴിയിൽ കൊണ്ട് ചാണിക്കുന്നത്. പൂ കൊണ്ടാണ് അച്ചെടുക്കാൻ പോകുന്നത്. ഏതെങ്കിലും പേടിയൊന്നുമില്ല, ഞാൻ വരാം. ഞാൻ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ അച്ചെടുക്കുന്ന വീഡിയോ. കമ്പി ഇപ്പൊ കമ്പി പൊത്തേനെ. ഞാൻ പറഞ്ഞോ അമ്മ ഓട്ടിക്കുന്ന വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. വെരി ബെസ്റ്റ്. ഐശ്വര്യമായി കീറിട്ടോളൂ. അല്ലല്ല, നല്ല ഡ്രൈവർ. ഇപ്പഴാ എടുത്തത്. ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അല്ലാതെ എനിക്ക് സാറ് ഇതിന് പറഞ്ഞു തരുന്നുണ്ടേ. ഞാൻ ഓട്ടിച്ചല്ലേ വരുന്നേ, ഇതിപ്പോ പെട്ടെന്ന് കയറിയതായോണ്ടേ. സ്റ്റാർട്ട് ചെയ്യാം. ഞാനാണ് കേട്ടോ മാഷ്, ഞാൻ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഹെച്ചാണ്, കമ്പിയിലൊന്നും തട്ടരുത് വണ്ടി.
അമ്പു അമ്മ വണ്ടി ഓട്ടിക്കുന്ന സൈലന്റ് ആയിരിക്കും കേട്ടോ. ആണോ? മിണ്ടത്തില്ല. അല്ല മിണ്ടൊക്കെ ഞാൻ വണ്ടി ഓട്ടിക്കുമ്പോ കോര പ്രസംഗിയൊക്കെ പോലെ എടുത്തിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും. ഈ കണ്ണാടി കൂടെ ഒക്കെ നോക്കാൻ പറഞ്ഞു തന്നായിരുന്നോ? അതൊക്കെ അറിയാം. അറിയാം. കണ്ടോ? നമ്മള് കാണുവാ ഇത് എന്തുവാന്ന് കണ്ട് വണ്ടി ഓഫായി. നീ കണ്ടോ? താഴെ ഇതാണ് കേട്ടോ. അയ്യോ ആണ്. എന്നെ അറപ്പിക്കല്ലേ. ഞാൻ സംസാരിക്കാൻ കണ്ടോ? ഞാൻ അവിടെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ ചുമ്മാതല്ല കേട്ടോ. ചാട്ടാക്കോണ്ടി സത്യം പറയാ, നീ ഇരുന്നപ്പോ എന്റെ എല്ലാ റിലേയും പോയടാ. റിവേഴ്സ് വീണില്ല. ആക്കിയില്ല ഞാൻ. പൊഴുതായിരുന്നു. കൈമാറ്റി. അയ്യോ നമ്മള് മാറി. നോക്കിക്കോ. ക്ലച്ച് താങ്ങി കറക്റ്റ് എടുക്കാൻ പഠിച്ചു ഗൈസ്. എനിക്കൊന്നും കാണുന്നേ. നോക്കിയോ, ശ്രദ്ധിച്ചെടുത്തോ. നമ്മൾ മിണ്ടുന്നില്ല. അപ്പോ അമ്മ മിണ്ടരുത്. അമ്മ ഡ്രൈവിംഗിലാണ്. ബോഡി നേരെയോ ഇല്ലല്ലോ. എനിക്കറിയില്ല. അവിടെ നിന്നാലേ അറിയൂ. നേരെയായി. മാഷ അവിടെ നെഞ്ചുരുക്കി നിൽക്കും. അല്ല, കാണാപ്പാടം പഠിക്കുന്നതൊക്കെ എല്ലാം പഠിച്ചു വെച്ചേക്കും കേട്ടോ. പക്ഷെ വണ്ടി ഓഫായത് ഞാൻ എന്റെ പ്രതീക്ഷയിലില്ലായിരുന്നു. ഈ വണ്ടി ഓഫ് ആയിക്കൂടല്ലോ ഇടയ്ക്ക്. ഓഫ് ആയിക്കൂടാ. 4 എൻഡിൽ പോയിട്ട് ഓഫ് ആയാലും കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തെടുക്കാം. അറിയാതെ ഓഫായി പോയി. അവിടെ ചെന്നപ്പോ ഓഫായി പോയി. ചെറിയൊരു കുഴിയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞില്ലേ. അതുകൊണ്ടാ അപ്പൊ ഓഫ് ആയിക്കൂടാ. നമ്മള് വണ്ടി വെച്ചെടുക്കുമ്പോ ഓഫായ ഫെയിലാണ്. അത് ടൈം ഉണ്ടോ? ഇത്ര ടൈം ഒന്ന്? ഓ, ടൈമിംഗ് ഒന്നുമില്ല. അപ്പൊ ടൈം എടുത്ത് സാവധാനം ചെയ്താൽ മതി. ബ്രേക്ക് അത്രയും ഇപ്പൊ നീ ചെയ്ത ഹാർഡ് ബ്രേക്ക് പെട്ടെന്നാണ് ബ്രേക്ക് ചെയ്തത്. ഫ്രണ്ടിൽ നമ്മളൊരു സ്റ്റോപ്പ് കണ്ടത് അവിടുന്ന് പിതുക്ക് ബ്രേക്ക് ചെയ്യാം. അത് കുഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ. നമുക്ക് ഇവിടെ ഇങ്ങനെ തലേക്ക് ഇട്ടിരിക്കുക. അയ്യോ, നിങ്ങൾ കാണത്തില്ലേ? അമ്പ് നീ ഓടിക്കുന്ന വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ ആദ്യമായിട്ടല്ലേ. ഞാൻ അതല്ല കൈസ് ആലോചിക്കുന്നത്. അമ്പ് ഭയങ്കര സൈലന്റ് കേട്ടാ. എടുക്കുന്നുണ്ട് കൈസോടെ നല്ലോണം. പിന്നെ ഇവിടെ നല്ലോണം എടുക്കുന്നുണ്ട്. നീ എന്തായാലും പാസ്സാവും എന്നാണ് എന്റെ ഒരു 95% എന്റെ വിശ്വാസം. 5% ദൈവത്തിന്റെ കയ്യില. ദൈവത്തിന്റെ കയ്യില് നിന്റെ കയ്യിലും. ഇത് കണക്ക് ഓടിക്കുകയാണെങ്കിൽ എന്തായാലും അവള് പാസ്സാവും വെച്ച്. കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് ഓടിക്കും. സ്പീഡ് മാത്രമല്ല, ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. അത് ബ്രേക്കിംഗ് നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യരുത്. നമ്മളിപ്പോ റോഡിൽ കൂടെ ഓടുമ്പോഴായാലും ബാക്കി വരുന്ന ആള് നമ്മള് സഡൻ ബ്രേക്ക് ഒന്നും പ്രതീക്ഷിക്കില്ല, കൊണ്ട് ചിരിച്ചാളെ. സഡൻ ബ്രേക്കിംഗ് വേണ്ട. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ ബ്രേക്ക് ചെയ്ത് തുടങ്ങണം. അത് കണ്ടായിരുന്നു. അയ്യോ കണ്ടായിരുന്നു. ഒരു ഒറ്റ കയ്യിലിട്ടായിരുന്നു. പട്ടി ഷോയായില്ലേ. കാണണം. നിങ്ങൾ ഏതായാലും കാണണം കേട്ടോ മൃദുലയുടെ. ഓ, ഇത് കണ്ടോ അമ്പൂര് ചൂടെടുക്കുന്ന കേട്ടോ. അതിനകത്തിരുന്നില്ലേ കുളം വരുന്ന അമ്പൂര്. അമ്മച്ചി ഓടിക്കുന്ന വണ്ടിക്കകത്ത് ഇരിക്കുന്ന കണ്ടോ. നല്ല കൊച്ചു അടങ്ങിയിരിക്കുന്നതിന്റെ മോൻ. എടേ കുട്ടി സാർ മാറ്. അമ്മ ഈ കമ്പി ഒന്നും കാണത്തില്ല. മിടിക്ക് സെറ്റായി. ഇപ്പൊ രണ്ടാമത്തെ വട്ടം. ആദ്യ വട്ടം കുഴിയിലൊന്നും ഇറങ്ങിയെന്നേ ഉള്ളൂ. ഫുള്ള് പുറത്തിറങ്ങി എടുത്തു. നമ്മൾ ഇറങ്ങട്ടെ. നീ ഓടിക്കുന്ന പഠിച്ചോ. ഗുഡ് സക്സസ്. മാഷേ, അപ്പൊ അവിടെ പൊളിക്കൂലേ? അങ്ങനെ നമ്മള് ഡ്രൈവിംഗ് പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ഗൈസ്. കാരണം 6 മണിക്ക് കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു. വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്ത് വെച്ചില്ല. എഡിറ്റിംഗ് പരിപാടി അപ്ലോഡിങ് ഒക്കെ കഴിഞ്ഞ് അയ്യോ നല്ല ലേറ്റ് ആയി. ഇന്നാണ് നമ്മൾ നമ്മളെ ചലഞ്ച് വീഡിയോ, നിങ്ങൾ ഇന്നലെ കണ്ട ചലഞ്ച് വീഡിയോ ഇന്ന് അപ്പായതേ ഉള്ളൂ. ഇപ്പൊ സമയം 9 മണിയായി. 8 മണിയായില്ലേ വീഡിയോ അപ്പ് ആയപ്പോ. അങ്ങനെ ധൃതിയായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വിട്ടത്. അമ്പു അതിനിടയ്ക്ക് കിടന്ന് ഉറങ്ങി. നീ വല്ല പറഞ്ഞോ? ഞാൻ ഒന്ന് കുളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ന്യൂ ഇയറിന് ആദ്യം ചെയ്തൊരു കാര്യം, നമ്മളെ സ്ക്രീൻ ഗാർഡ് മാറ്റി ഗൈസ്. എല്ലാവരുടെയും സ്ക്രീൻ ഗാർഡ് മാറ്റി. മൊത്തം പൊട്ടി ചന്നം പിന്നുമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ലേ, രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ ഈ സ്ക്രീൻ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന കാണുമ്പോഴേ ഒരു
ഒരു മൂഡ് ഓഫ് അല്ല, ഒരു ഇതാണ്. ഇപ്പൊ നോക്ക്, നല്ല എല്ലാ ഫോണും നല്ല മൃദുലയുടെ എത്ര പൊട്ടല, 150 പൊട്ടലുണ്ടായിരുന്നു. കാരണം അമ്പൂട്ടൻ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചോണ്ടാ. എന്നാലും നല്ല സ്ക്രീൻ കാർഡ് നോക്കി നമ്മൾ രണ്ടുപേരും മൂന്നെണ്ണത്തിലും മാറി. എന്റെ പൗച്ച് മാറി കേട്ടോ. എങ്ങനെയുണ്ട് പൗച്ച് ഗൈസ്? നല്ല പൗച്ചല്ലേ? ഇങ്ങനെ പൗച്ച് മാറി, സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കടയും അടച്ച്. നമ്മളൊന്ന് ഒട്ടിച്ചത് കടയും അടച്ച്. ദോശ കഴിക്കാം. ദോശ കഴിഞ്ഞാണോ ഒന്നുകൂടെ? ഇനി 9 മണി ആയുള്ളൂ. ട്രിവാൻഡ്രം ആൾവേസ് ഉണരുന്നതേ ഉള്ളൂ. അതെ അതെ, ദോശ കഴിക്കാം. ഇങ്ങനത്തെ ഓപ്പൺ കിച്ചൺ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നല്ല ഫുഡായി. കാരണം അവര് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കാണാം. അവര് പാത്രം കഴുകുന്നുണ്ടോ, യൂസ് ചെയ്യുന്നുണ്ടോ. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എല്ലാം കാണാം, കുക്ക് ചെയ്യുന്ന എല്ലാം. എല്ലാരും ഗ്ലൗസ് ഇടുന്നുണ്ട്. ചായ ലവർ, ചായ ദേക്കോ. മൃദുലയ്ക്ക് മസാല ദോശ. അവിടെ മസാല ദോശ. മസാല ദോശ, പ്ലെയിൻ ദോശ. ഇല്ല പക്ഷെ നിന്റെ മസാല ഞാൻ എടുക്കും. ഞാൻ എപ്പം വന്നാലും എവിടെ മസാല ഞാൻ എടുക്കും. ഇവിടുത്തെ പ്ലെയിൻ ദോശ ഭയങ്കര സൈസ്. സത്യം, ചിലടത്ത് പോയാൽ ഇച്ചിരി കാണുള്ളൂ. നല്ല സൈസ് ഉണ്ട് കേട്ടാ. ന്യൂ ഇയർ ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അച്ഛ അമ്മ എന്ന് പറയണം. ഇന്ന് അങ്ങനെ പറയാതെ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യത്തില്ല. ഹാപ്പി ന്യൂ ഇയർ. അവന്റെ ഒരു ബാറ്റ്മാനും അമ്മച്ചി മോനോട് എന്തോ കളി. അതാണോ കളി? അയ്യോ ആണോ? ഞാൻ വന്നോണ്ടാണോ? എന്താണ് എന്നെ കണ്ടുപിടിക്കുന്നത്? അങ്ങോട്ട് മാറിയ നിങ്ങൾ രണ്ടുപേരും കളിച്ചോണ്ടിരുന്നത്. ഞാൻ ഇതിനകത്ത് ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ വന്ന ആളാ. തറ വിട്ടിട്ടായിട്ടൊന്ന് എണ്ണീറ്റേ അപ്പൊ വേണം. അമ്പു അമ്പു ഇങ്ങനെ 2 റൗണ്ട് അടിക്കും. റെഡി 1 2 3. ഒന്നും കൂടെ. എന്തൊരു ചിരിയാണ് ഇത്. ചിരിക്കുന്നത്. ഇങ്ങനെ കിടക്ക കൂടെ കൂടെ ആനാന്ന് പറയാ. ഇച്ചിരി നേരം എൻജോയ് ചെയ്യാം. കഥം ചെവിയുടെ കാര്യത്തിൽ കഥ. എന്തൊരു സൗണ്ടാ ആ കൊച്ചു വായിന്നാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. ചീവീട്. മതിടാ നിന്റെ ആന കളി മതി. ആന കളി ഞാൻ പറഞ്ഞില്ലേ. ആന നല്ല തള്ള. അമ്പോ 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 ഇപ്പം വരും ഗൈസ്. ഇപ്പം വരുന്ന കാണണോ? അമ്പു കണ്ടോ 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 കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അമ്പു അമ്പു. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അവിടെ ഇത് എന്തൊരു ഇന്ന് കളിച്ചില്ലേടി. കളിക്കാനായിട്ട് അങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ വന്ന് ഭയങ്കര കളി. നമ്മളിങ്ങനെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞ ഞാൻ ഇത് കേട്ടപ്പോഴേ സത്യത്തിൽ ഇന്ന് ഞാനും എഡിറ്റിംഗ് ആയിരുന്നു, നീയും ഡ്രൈവിങ്ങിന് പോയി. അപ്പൊ അവന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ അതാണ് പറഞ്ഞ അവനെ നോക്കും. പക്ഷെ അതല്ല, അവന്റെ കൂടെ ഇച്ചിരി അവനെ പോലെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ അവന്റെ കാര്യങ്ങൾ നോക്കി അവൻ എപ്പോഴും കൂടെ ഉള്ളത് വ്യത്യാസമുണ്ട്. ശരി, അവന്റെ കൂടെ കളിക്കണം നമ്മള്. അതിൽ അവനെ ഇനി നമ്മൾ നടത്തിയെടുപ്പിക്കണം. കാരണം അവൻ നടക്കും, ഒരു 3-4 ചുവട് നടക്കും. പക്ഷെ പേടിയാ. സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ചില കുഞ്ഞുങ്ങൾക്കും പേടിയില്ല, എഴുന്നേറ്റ് അങ്ങ് ഓടും, വീണാലും എഴുന്നേറ്റ് നടക്കും. പക്ഷെ ഇവന് ഭയങ്കര ശ്രദ്ധിച്ച് എല്ലാം ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല ഞാനാണെങ്കിൽ ഇവനൊരു
ഹൈറ്റിന്റെ മുകളിൽ ഇരുത്തിയാലും അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഞാൻ കാറിന്റെ ബോണറ്റിൽ പോലെ ഇരിക്കുമല്ലോ ഇരിക്കും, ഭയങ്കര പേടിയാണ്. അങ്ങനെ ഹൈറ്റ് ഉള്ള സാധനങ്ങൾ ഭയങ്കര പേടിയാണ്. ഞാൻ ചില പിള്ളേർക്ക് നമ്മളിങ്ങനെ പൊക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ അവന് ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ. ഭയങ്കര സൂക്ഷിച്ച് എല്ലാം ചെയ്തോളൂ. കട്ടിലെ മേളിൽ നാന്നയിലും എല്ലാം സൂക്ഷിച്ച് ഉദാഹരണം ഇതിന്റെ മുകളിൽ ഇറങ്ങുന്ന തന്നെ എന്തോ ഒരു ടൈം എടുത്ത് ഇറങ്ങും. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, എനിക്ക് പേടിയില്ല. കാരണം ഞാൻ അവിടെ ഇരുന്നാലും അവൻ ഇങ്ങ് പോയാലും ആ വീഴത്തില്ലെന്ന് എനിക്കറിയാം, ആ ഒരു ഉറപ്പുണ്ട്. അപ്പം പറഞ്ഞു തീർന്നില്ല, അതാണ് ഇന്ന് ഭയങ്കര കളിയായി. അവനെ ഒന്ന് നടത്തിയെടുക്കണം. പിന്നെ ക്ലാപ്പ് പറയും, എങ്കിലും ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു ചെയ്യിക്കണം. ഹൈഫൈ തരും, പിന്നെ ഉമ്മ അവന് തോന്നിയ തരും, പിന്നെ ടാറ്റ കാണിക്കും. അപ്പൊ ഗൈസ്, ഈ വർഷം നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നടക്കാത്ത എല്ലാ കാര്യങ്ങളും ഈ വർഷം നടക്കട്ടെ. നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനയും. വേറൊന്നുമില്ലെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലാതെ, അപകടങ്ങളൊന്നും പറ്റാതെ, ആരും പൊലിഞ്ഞു വിയോഗങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഉള്ളതും കൊണ്ട് ഹാപ്പിയായി സമാധാനത്തോടെ, അതാണ് മെയിൻ, സമാധാനത്തോടെ നല്ലൊരു വർഷം ആവട്ടെ. അതെ, എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള വെറുതെ കാണുന്നവരേ ബൈ.